ഇതു പാഠശാല, ഇതു ധർമ്മശാല. പകരുന്നു പല ജാതി മതമാർന്ന മാനവ ഹൃദയത്തിലറിവിൻ്റെ അഗ്നിജ്വാല. നിറവാർന്ന വിദ്യതൻ പർണശാല. Welcome to Chapter Online Media. I am Vidhu, Sundar. I am your English teacher. Today we are going to discuss the first chapter of class 10, Adventures in a Banyan Tree. So before going into the chapter, we can have a look into the profile of the writer of the story, Ruskin. You got a familiarity with the Ruskin bond. So now I am giving you an activity to prepare a profile of the writer Ruskin bond. We all have gone to our grandparents' house during our vacation time, isn't it? അല്ലേ, നമ്മളെല്ലാവരും വെക്കേഷൻ ടൈമിൽ എവിടെ പോകാറുണ്ട്? നമ്മുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ വീട്ടിലൊക്കെ പോകാറുണ്ട് അല്ലേ. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ റസ്കിൻ ബോണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ ഹൗസിൽ എന്താണ് ആ ഒരു വെക്കേഷൻ ടൈമിൽ നിന്നപ്പോൾ സം ഇൻസിഡൻസ് ഹാവ് ഹാപ്പൻ ഇല്ലേ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുറച്ച് ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായി. അങ്ങനെയുള്ള ആ ഇൻസിഡൻസ് വെച്ച് അദ്ദേഹം എഴുതിയൊരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ള അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. സോ വി ക്യാൻ ലുക്ക് ഇൻ ടു ദ ടെക്സ്റ്റ് ബുക്സ്. പ്ലീസ് ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്സ്. Adventures in a Banyan Tree. Though the house and the grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine, chiefly because grandfather at the age of 65 could no longer climb it. Grandmother used to tease him about this and would speak of a certain Countess of Desmond, an English woman who lived to the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree. The spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arches, gave me an endless thrill. The tree was older than house, older than the grandfather, as old as the town of Dehra, nestling in a valley at the foot of the Himalayas. So, the boy is talking about a banyan tree, which was his domain. അപ്പോൾ ദ ബോയ് ഇതിനെ കുറിച്ചാണ് പറയുന്നത്, ഒരു ബനിയൻ ട്രീയെ കുറിച്ചാണ് ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ പറയുന്നത്. ദ ബോയ് ഈസ് സെയിങ് ദാറ്റ് ദ ലാൻഡ് ആൻഡ് ഹൗസ് ഇൻ ഇന്ത്യ വാസ് ദ ഡൊമൈൻ ഓഫ് ഹിസ് ഗ്രാൻഡ് ഫാദർ. അവിടെയുള്ള ആ വീടും ആ നാട്ടിലുള്ള ഇന്ത്യയിലുള്ള ആ വീടും അതുപോലെ തന്നെ ആ പരിസരങ്ങളും ഒക്കെ ആരുടേതാണ്? അപ്പൂപ്പന്റെ ഡൊമൈനാണ്. വാട്ട് ഡു യു മീൻ ബൈ ഡൊമൈൻ? ഡൊമൈൻ മീൻസ് ടെറിട്ടറി, അധീനതയിലുള്ളതാണ്. ബട്ട് ദ ബനിയൻ ട്രീ വിച്ച് വാസ് മൈ ഡൊമൈൻ, അവിടെയുള്ള ബനിയൻ ട്രീ അത് ആരുടെയാണ്? ദാറ്റ് ബിലോങ്സ് ടു മീ. വൈ? Because grandfather couldn't climb that tree. അപ്പൂപ്പൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ മരത്തിൽ കയറാൻ പറ്റാത്തത് കൊണ്ട് അതാരുടെയാണ്? അതെന്റേതാണ്. ഗ്രാൻഡ് couldn't climb the tree at the age of 65 അല്ലെ. ഈ 65-ാമത്തെ വയസ്സിൽ അപ്പൂപ്പൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ മരത്തിൽ കയറാൻ പറ്റാത്തത് കൊണ്ട് that was certainly my domain. Then the boy said that my grandmother used to tease my grandfather by saying that അല്ലേ. അപ്പൊ എന്റെ അമ്മൂമ്മ എന്ത് ചെയ്യാറുണ്ട്? അപ്പൂപ്പനെ ഒരുപാട് കളിയാക്കാറുണ്ട്. എന്ന് പറഞ്ഞാ അപ്പൂപ്പന് മരത്തെ കയറാൻ പറ്റത്തില്ല, പ്രായം കുറെ ആയി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാറുണ്ട്? കളിയാക്കാറുണ്ട്. She also used to say is the story of an English lady, the Countess of Desmond, who used to climb apple tree even at the age of 117. And one day she fell down from the tree and died. അപ്പോൾ 117-ാമത്തെ വയസ്സിൽ മരത്തിൽ കയറുന്ന ഒരു അമ്മൂമ്മയെ കുറിച്ച്, ഒരു കൗണ്ടസ് ഓഫ് ഡെസ്മൗണ്ടിനെ കുറിച്ച് എന്ത് ചെയ്യാറുണ്ട്? ഒരു ഇംഗ്ലീഷ് ലേഡിയെ കുറിച്ച് ഒരു കഥ പറഞ്ഞ അപ്പൂപ്പനെ എന്ത് ചെയ്യാറുണ്ട്? കളിയാക്കാറുണ്ട്. അവരിപ്പോഴും ജീവിച്ചിരുന്നതിനെ എങ്ങനെയായിരുന്നെങ്കിൽ if she didn't climb that tree. അപ്പോൾ ഇപ്പോഴും അവരെന്താണ്? ആരോഗ്യവതിയായി ജീവിച്ചിരുന്നതിന് എങ്ങനെയായിരുന്നെങ്കിൽ ആ മരത്തിൽ കയറിയില്ലായിരുന്നെങ്കിൽ എന്നും പറഞ്ഞ് എന്ത് ചെയ്യാറുണ്ട്? കളിയാക്കാറുണ്ട്.
Then the boy is telling about the branches of the banyan tree. Then the boy എന്താണ് പറയുന്നത് banyan tree ബ്രാഞ്ചിനെ പറ്റിയാണ് പറയുന്നത്. We all know that how is the branch of banyan tree. banyan tree branch എങ്ങനെയാണ് റൂട്ട്സ് banyan tree മുകളിൽ നിന്ന് എന്താണ് റൂട്ട്സ് താഴേക്ക് വരാറുണ്ട്, പിന്നെ അത് പൊങ്ങി പോകാറുണ്ട് അല്ലേ. അങ്ങനെ വളരെ മനോഹരമായ ഈ ഫോംസ് മെയ്സ് ഓഫ് ആർച്ചസ് ഇല്ലേ, നല്ല സങ്കീർണമായ ഒരു എന്താണ് ആർച്ച് ഫോം ചെയ്യുന്നത് പോലും ഇങ്ങനെ കിടക്കുകയാണ്. ആര് ബ്രാഞ്ചസ് ഒക്കെ ചുറ്റിപ്പണർന്ന് ഇങ്ങനെ കിടക്കുകയാണ്, മുകളിൽ നിന്ന് താഴോട്ട്, താഴെ നിന്ന് മുകളിലോട്ട്, അങ്ങനെയൊക്കെ എന്ത് ചെയ്യും ആർച്ച് പോലെ ഇങ്ങനെ ഫോം ചെയ്തിരിക്കുകയാണ്. സോ ദാറ്റ് ആർച്ചസ് മേക്ക് മീ വെരി ഹാപ്പി ഇല്ലേ. ആ ആർച്ച് കാണുമ്പോൾ എന്നെ എന്താണ് എനിക്ക് ഒരുപാട് സന്തോഷം തരികയാണ്. Then the boy is talking about the age of the banyan tree. പിന്നെന്താണ് ഏജിനെ പറ്റിയാണ്. എന്തിന്റെ ഏജ്? banyan treeയുടെ ഏജിനെ പറ്റിയാണ് പറയുന്നത്. The banyan tree is older than my grandfather. 65 വയസ്സുള്ള എൻ്റെ അപ്പൂപ്പനെക്കാട്ടിലും ഓൾഡർ ആണ് ആരെ? banyan tree. It is older than the town of Dehra. ഈ ഡെറാഡൂൺ പട്ടണത്തിനേക്കാളിലും എന്താണ് പ്രായം ചെന്നതാണ് ആരെ? നമ്മുടെ banyan tree. And it was nestling in a valley at the foot of Himalayas. ഹിമാലയൻ താഴ്വരയിൽ എന്താണ് വളരെ ശാന്തമായി നിൽക്കുകയാണ് ആരെ? നമ്മുടെ banyan tree. My first friend and familiar was a small grey squirrel. Arching his back and sniffing into the air, he seemed at first to resent my invasion of his privacy. But when he found that I did not arm myself with a catapult or air gun, he became friendlier. And when I started leaving him pieces of cake and biscuits, he grew bolder and finally became familiar enough to take food from my hands. The third paragraph, the boy is talking about a friend. The boy got a friend there. Who was his friend? A small grey squirrel. So he got a grey small squirrel as his friend. At first the squirrel was not very friendly with him. അല്ലേ, ആദ്യം നമ്മുടെ സ്ക്വിറൽ എന്താണ് നമ്മുടെ ചെറുക്കനുമായി നമ്മുടെ ബോയുമായി എന്താണ് അത്ര ഫ്രണ്ട് ഒന്നും അല്ലായിരുന്നു. At first when the squirrel met the boy, he showed his resent by arching his back and sniffing into the air. അപ്പോൾ ആദ്യമായി വന്നപ്പോഴത്തേക്ക് the squirrel showed his resent. എന്താണ് resent? Resent means dislike. എന്തിനുള്ള dislike? അത് he showed his dislike by arching his back and sniffing into the air. അപ്പം ആ നടുവൊക്കെ വളച്ചെന്ന് എന്നിട്ട് ആകാശത്തേക്ക് എന്താണ് എയറിലേക്ക് എന്താണ് സ്നിഫ് ചെയ്തു. സ്നിഫിങ് മീൻസ് എന്താണ് ഇങ്ങനെ മൂക്ക് വെച്ച് എന്താണ് ഇങ്ങനെ മണം പിടിക്കുന്നതിനാണ് എന്താണ് സ്നിഫ് ചെയ്യുക എന്ന് പറയുന്നത്. പട്ടികളൊക്കെയാണ് സാധാരണ എന്തെന്ന് സ്നിഫ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ പറയത്തില്ലേ ഡോഗ് സ്നിഫ്, ദ ഡോഗ് ഈസ് സ്നിഫിങ്. എന്താണ് ഇങ്ങനെ മൂക്കൊണ്ട് മണം പിടിക്കുന്നത് പോലെ കാണിക്കുന്നത്. ഇറ്റ് ഷോസ് ദ ഡിസപ്രൂവൽ ഡിസഗ്രിമെന്റ് ഓഫ് ദ സ്ക്വിറൽ അല്ലേ. അവന് അവിടെ വന്നതിന്റെ ഇഷ്ടക്കേട് കാണിക്കുകയാണത്. So at first he showed his resent of the invasion. At first the squirrel showed the resent of the invasion of the boy to his privacy. എന്താണ് ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ കടന്നു കയറ്റാൻ ബോയ്ക്ക് അവിടേക്ക് പോയി തന്റെ പ്രൈവസിയിലേക്ക് കടന്നു കയറി ആദ്യം ഇഷ്ടപ്പെടാഞ്ഞത് എന്ത് ചെയ്തു? ഇഷ്ടപ്പെട്ടില്ല ആർക്ക്? നമ്മുടെ സ്ക്വിറലിന്. So it arched his back and sniffed into the air. Then the squirrel became friendlier to him. പിന്നെ പയ്യെ എന്താണ് it became familiar and friendlier to the boy അല്ലേ. How? The squirrel realized that the boy is harmless. boy എന്താണ്? boy ഉപദ്രവകാരിയല്ല എന്ന് തിരിച്ചറിഞ്ഞു. He has no catapult or air gun with him. അവന്റെ കയ്യിൽ എന്താണ് catapult, അതായത് തെറ്റാലിയോ എയർ ഗണ്ണോ ഒന്നും കയ്യിലില്ല എന്ന് ആർക്ക് മനസ്സിലായി? നമ്മുടെ സ്ക്വിറലിന് മനസ്സിലായി. And the boy even gifted him a piece of cakes and biscuits. അപ്പൊ ബോയ് എന്ത് കൊടുത്തു? ബിസ്ക്കറ്റും കേക്കും ഒക്കെ, പീസ് ഓഫ് കേക്കും ഒക്കെ എന്ത് ചെയ്തു? നമ്മുടെ സ്ക്വിറലിന് കൊടുത്തു. സോ ദ ഫ്രണ്ട്ഷിപ്പ് ബിക്കം വെരി ഡീപ്പ്. അപ്പൊ പിന്നെന്താണ് അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഡീപ്പ് ആകാൻ തുടങ്ങി. And it become very bolder. പിന്നെന്താണ് വളരെ തിക്കായി. And squirrel even take food from his hand. അപ്പൊ നമ്മുടെ ബോയുടെ കയ്യിൽ നിന്ന് എന്താണ് ഫുഡ് മേടിക്കുന്ന തരത്തിൽ വരെ അവരുടെ സൗഹൃദം എന്ത് ചെയ്തു? വളർന്നു. Before long, he was delving into my pockets and helping himself to whatever he could find. He was a very young squirrel, and his friends and relatives probably thought him headstrong and foolish for trusting a human. So soon the boy and squirrel become very thick friends അല്ലേ. വളരെ പെട്ടെന്ന് തന്നെ അവർ വളരെ അടുത്ത ഫ്രണ്ട്സ് ആയി. The squirrel even delved into the pocket of the boy. അപ്പൊ എന്താണ് സ്ക്വിറൽ എന്ത് ചെയ്യും?
ഡെൽവ് ചെയ്യും. എവിടെ? പോക്കറ്റിലേക്ക്. ആരുടെ പോക്കറ്റിലേക്ക്? ബോയുടെ പോക്കറ്റിലേക്ക്. ഡെൽവ് മീൻസ് വാട്ട്? എക്സ്പ്ലോർ. അപ്പോൾ നമ്മുടെ ബോയുടെ പോക്കറ്റിലൊക്കെ കടന്നു കയറി എന്തെങ്കിലും ഉണ്ടോ എന്ന് വരെ പരിശോധിക്കുന്ന തരത്തിലേക്ക് അവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്ത് ചെയ്തു? വളർന്നു. And the relatives and friends of the squirrel may thought that he may be a headstrong or foolish to trust a human. അപ്പോൾ എന്താണ്? സ്കുറിലിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ എന്ത് വിചാരിച്ചാണ്? ഇവനൊരു ഹെഡ്സ്ട്രോങ്. എന്താണ് ഹെഡ്സ്ട്രോങ്? ഒരു താന്തോന്നി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മന്ദബുദ്ധി ആയിരിക്കാം. എന്തിനു വേണ്ടിയാ? എന്തുകൊണ്ടാണ്? ഒരു മനുഷ്യനെ വിശ്വസിക്കുന്നു. അവനൊരു മണ്ടനായതുകൊണ്ടായിരിക്കാം എന്ത് ചെയ്യുന്നത്? മനുഷ്യനെ വിശ്വസിക്കുന്നതെന്ന് ചിന്തിച്ച് കാണാം. In the spring, when the banyan tree was full of small red figs, birds of all kinds would flock into the branches. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastures, and parrots and crows squabbling with each other all the time. During the fig season, the banyan tree was the noisiest place of the road. So, the boy is telling that in the spring season, when the banyan trees was full of what? Full of small red figs. അപ്പോൾ സ്പ്രിംഗ് സീസൺ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ബനിയൻ ട്രീയിൽ എന്താണ്? ചെറിയ ചുമന്ന എന്താണ്? ഫിഗ്. അത്തിപ്പഴം ഉണ്ട് അല്ലേ? ഫിഗ് ഉണ്ട്. സമയം ആകുമ്പോഴത്തേക്ക് many birds will flock into the banyan tree. അപ്പോഴത്തേക്ക് ഒരുപാട് തരത്തിലുള്ള വ്യത്യസ്തമായ പക്ഷികളൊക്കെ എവിടേക്ക് വരും? നമ്മുടെ ബനിയൻ ട്രീയിലേക്ക് വരും ഇല്ലേ? The red-bottomed bulbul, the gossiping rosy pastures, parrots, crows, all of them will come into the banyan tree and they were squabbling with each other. ഇല്ലേ? അവർ പരസ്പരം കലപില സംസാരിച്ചുകൊണ്ട് എവിടെ കാണാം? ഈ ബനിയൻ ട്രീയിൽ. എപ്പോഴാ? സ്പ്രിംഗ് സീസണിൽ നമുക്ക് എന്ത് ചെയ്യാം? കാണാൻ പറ്റും ഇല്ലേ? And during that time, it is the noisiest place of the town. അപ്പോൾ ആ സമയത്ത് ടൗണിലെ ഏറ്റവും നോയ്സിയസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ഏതാണ്? It is the banyan tree. Halfway up the tree, I had built a small platform on which I would often spend the afternoons when it wasn't too hot. I would read there, propping myself up against the bole of the tree with cushions taken from the drawing room. Treasure Island, Huckleberry Finn, the Mowgli stories and the novels of Edgar Rice Burroughs and Louis May Alcott made up my bag of very mixed reading. So the boy is telling that he had made a platform half of the tree. ട്രീയുടെ ഒരു പകുതി പൊക്കത്തിൽ എന്ത് ചെയ്തു നമ്മുടെ ബോയ്? എന്ത് പണിഞ്ഞു? he had made a platform. ഒരു ചെറിയ പ്ലാറ്റ്ഫോം പണിഞ്ഞു. For what? To spend his afternoons when it was not too hot. വലിയ ചൂടൊന്നുമില്ലാത്ത സമയത്ത് എന്ത് ചെയ്യാൻ? ചൂടൊന്നുമില്ലാത്ത വൈകുന്നേരത്തെ സമയം കളയാൻ വേണ്ടി, അവിടെ ഇരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? The boy had made a platform and he could read there, propping at the bole of the tree. അപ്പോൾ എന്താണ്? അപ്പൊ നമ്മുടെ കുട്ടിക്ക് ആ മരത്തിന്റെ ചില്ലയിലേക്ക് എന്താ? ചാരി ഇരുന്നുകൊണ്ട്. പ്രോപ്പിംഗ് മീൻസ് വാട്ട്? ടു ടേക്ക് എ സപ്പോർട്ട്. ചാരി ഇരുന്നുകൊണ്ട്. എവിടെ ചാരി ഇരുന്നുകൊണ്ട്? ബോൾ ഓഫ് ദ ട്രീ. ആ മരത്തിന്റെ കൊമ്പിൽ ചാരി ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാം? ഹി ക്യാൻ റീഡ് ദ ടെക്സ്റ്റ് ബുക്സ് അല്ലേ? അപ്പോൾ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ അവിടെ ഇരുന്ന് വായിക്കാൻ, ആ മരത്തിൽ ഇങ്ങനെ ചാരി ഇരുന്നുകൊണ്ട് വായിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്തു? അവിടെ പഠിച്ചിട്ടുണ്ട്. സോ ഹി ഹാഡ് ഓൾസോ ടേക്കൺ ക്വസ്റ്റ്യൻസ് ഓൺ ദ ഡ്രോയിങ് റൂം. അപ്പം ആ വിശ്രമ മുറിയിൽ നിന്ന് എന്താണ്? ഹി ഹാഡ് ഓൾസോ ടേക്കൺ സം ക്വസ്റ്റ്യൻസ് ടു അല്ലെ? ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ കൊണ്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ചാരി ഇരിക്കുമ്പോൾ ഒരു സപ്പോർട്ട്, ഒരു സുഖത്തിന് വേണ്ടി എന്ത് ചെയ്യാണ്? അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അവൻ കൊണ്ടിട്ടു. So then he is telling about the books he used to read. Which were the books? Treasure Island, Huckleberry Finn, Mowgli stories, and the novels of Edgar Rice Burroughs and ലൂസ മേരി ആൽക്കോട്ട്. അപ്പോൾ അവരുടെ നോവലുകളും അതുപോലെ തന്നെ ഹക്കിൾബറി ഫിൻ, മൗഗ്ലി സ്റ്റോറീസ്, ട്രഷർ ഐലൻഡ് അങ്ങനെയൊക്കെയുള്ള ബുക്കൊക്കെ ആയിരുന്നു ആര് വായിച്ചിരുന്നത്? നമ്മുടെ ബോയ് വായിച്ചിരുന്നത്. When I did not feel like reading, I could look down through the banyan leaves at the world below, at grandmother hanging up or taking down the washing, at the cook quarreling with a fruit vendor, or at grandfather grumbling at the hardy Indian marigolds which insisted on springing up all over his very English garden. Usually nothing very exciting happened when I was in the banyan tree. But on one particular afternoon, I had enough excitement to last me through the summer. So, when the boy did not feel like reading, അവന് വായിക്കണമെന്നൊന്ന് വായിച്ചൊന്ന് ക്ഷീണിക്കുമ്പോഴത്തേക്ക് he could look down. അവന് താഴേക്ക് നോക്കാം. ത്രൂ ദ ലീവ്സ് ഓഫ് ദ ബനിയൻ ട്രീ. ആ ബനിയൻ ട്രീയുടെ ലീവ്സിന്റെ ഇടയിലൂടെ അവൻ താഴേക്ക് നോക്കും. Then he could see grandmother
what was the grandmother? And then he could see the world below. താഴെയുള്ള ആ ലോകം എന്തായാലും കാണാൻ പറ്റും. He could see the grandmother ഹാങ്ങിങ് അപ്പ് ഓർ ടേക്കിംഗ് വാഷിംഗ്. അപ്പോൾ എന്താണ്, ഗ്രാൻഡ് മദർ ആ തുണികളൊക്കെ കഴുകിയ തുണികൾ വിരിക്കുന്നതോ അല്ലെങ്കിൽ എന്താണ് തുണി കഴുകുന്നതോ ഒക്കെ കാണാൻ പറ്റും. ഹി ക്യാൻ ഓൾസോ സീ ദ കുക്ക് കോറലിംഗ് വിത്ത് ദ ഫ്രൂട്ട് വെണ്ടർ, ഇല്ലേ, പച്ചക്കറിക്കാരനുമായിട്ട് അവിടുത്തെ കുക്ക് വഴക്കടിക്കുന്നത് കാണാം. Then he could see grandfather grumbling at the hardy Indian marigolds which insisted on springing up all over his English garden. തൻ്റെ ആ ഇംഗ്ലീഷ് ഗാർഡനിൽ അവിടെ ഇവിടെയുമായി അനുവാദമില്ലാതെ കിളിച്ചു വന്ന ഇന്ത്യൻ മാരിഗോൾഡിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആരെ കാണാൻ പറ്റുമായിരുന്നു? അപ്പൂപ്പനെയും കാണാൻ പറ്റുമായിരുന്നു. ആർക്ക്? ആ ബോയ്ക്ക്. എപ്പോൾ? when he was sitting in the platform, when he was sitting on the platform, ആ പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് ആരെയും കാണാൻ പറ്റുമായിരുന്നു? ആരെയൊക്കെ കാണാൻ പറ്റുമായിരുന്നു? He could see the grandmother. What was the grandmother doing? Grandmother was washing clothes and hanging it there. Then he could see the cook who was quarreling with the fruit vendor. Then he could see the grandfather who was grumbling at the marigold. അല്ലേ? സോ യൂഷ്വലി നത്തിങ് ഇൻട്രസ്റ്റിംഗ് ഹാപ്പൻ ദെയർ. അപ്പം പൊതുവെ അവിടെ വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ബട്ട് വൺ ഡേ ആൻ ഇൻസിഡന്റ് ഹാപ്പൻ. ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി. ആൻഡ് ഇറ്റ് വാസ് ലാസ്റ്റിംഗ് ത്രൂ ദ സമ്മർ. അപ്പോൾ ഒരു വെക്കേഷൻ മൊത്തം നീണ്ടു നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഒരു ദിവസം ഉണ്ടായി. സോ വി ക്യാൻ ലുക്ക് ഇൻ ടു ദാറ്റ് ഇൻസിഡന്റ്. That was the time I saw a mongoose and a cobra fight to death in the garden while I sat directly above in the banyan tree. So the exciting scene was of a fight. ഇല്ലേ, ഒരു ഫൈറ്റ് ആയിരുന്നു. ഒരു മംഗൂസും ഒരു കോബ്രയും തമ്മിലുള്ള ഫൈറ്റ്. ഇറ്റ് വാസ് ദ എക്സൈറ്റ്മെന്റ്. ഇറ്റ് ക്രിയേറ്റഡ് ദ എക്സൈറ്റ്മെന്റ് ഇൻ ദ ബോയ്. അതായിരുന്നു ആ കുട്ടികൾ എന്താ ഉണ്ടാക്കിയത്? ആ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയത്. സോ ആ എക്സൈറ്റ്മെന്റിനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ പറയാം. സോ ടിൽ ദെൻ ഐ എം സൈനിങ് ഔട്ട്. ഇനി വീട് വിദ്യാലയം 5 മുതൽ +2 വരെയുള്ള ഓൺലൈൻ ക്ലാസുകൾക്കായി ചാപ്റ്റർ സ്റ്റുഡൻസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യും.